ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനിവിടെ സുഖമായിരിക്കണം. സമ്മർ സ്റ്റാർട്ടായി സ്ലോലി. സോ സമ്മർ വെജിറ്റബിൾസൊക്കെ നടാനുള്ള സമയമായി. ഞാൻ കൊല്ലം നടാൻ പോണതൊക്കെ സമ്മർ വെജിറ്റബിൾസ് ഞാൻ നടാൻ പോണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, പാവയ്ക്ക. ഇത് ഞാൻ വിത്തിട്ട് വന്നതാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ. തക്കാളി, ഫ്ലഷ് ടൊമാറ്റൻ. ഇത് ഇപ്രാവശ്യം പുതിയതായിട്ട് ട്രൈ ചെയ്യണം. ഒരു മുളകാണിത്, മെക്സിക്കൻ മുളകെന്ന് പറയണു. എരിവെന്ന് പറഞ്ഞാൽ 7 ഇതുവരെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇവിടെ 10 വരെയാണ് കണക്കാക്കണേ. നമ്പർ എരിവിൻ്റെ ഇത് കണക്കാക്കുന്നത് 10 വരെയാണ് ഇവിടെ പറയണത്. അതിലിത് 7 എന്നാണ് പറയുന്നത്. മെക്സിക്കൻ മുളകാണ്. പുതിയതായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഇതും ചുവന്ന വെണ്ടയാണ്. വെണ്ട ഞാൻ വിത്തിട്ട് മുളച്ചാണിത്. പിന്നെതാ ഇത് പച്ചവെണ്ടയാന്ന് തോന്നുന്നു. പച്ചവെണ്ടയാന്ന് തോന്നുന്നു. ഓക്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ത് കളറാണെന്ന് അറിയില്ല. റെഡാണോ ഗ്രീനാണോ എന്ന് അറിയില്ല. വേണ്ട. സോ ഇത് ഞാൻ ഗാറ്റനറിയിൽ നിന്നാണ് മേടിച്ചത്. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി, വിയന്നയിലുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. വെണ്ട പിന്നെ വഴുതന, പിന്നെ പീച്ചിൽ, പടവലം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇതിൻ്റെ തൈകൾ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, വെണ്ടയുടെ തൈയാണ്. ഞാൻ ഇന്നലെയാണ് ഇത് മേടിച്ചത്. അപ്പോൾ നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യണു. ആവശ്യക്കാർ പോയി മേടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പാവയ്ക്കും കൂടെ മേടിച്ചു. അതും കിട്ടുന്നുണ്ട് കേട്ടോ. പാവൽ, പടവലം, വെണ്ട, വഴുതന ഒക്കെ ഈ ഗാംഗർ ഹീർസ്റ്റെത്തനിൽ 22nd ഡിസ്ട്രിക്റ്റിൽ ഹീർസ്റ്റെത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഗാംഗർ എന്ന് പറഞ്ഞ നഴ്സറിയിൽ ഇത്രയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർ പോയി മേടിക്കാം. ഇത് മുളക്, നീളനുള്ള മുളക് ഞാൻ വിത്തിട്ട് വീട്ടിൽ മുളപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പയർ, ഇതൊക്കെ ഞാൻ വീട്ടിൽ വിത്തിട്ട് മുളപ്പിച്ചതാണ്. കഴിഞ്ഞ മാസം ഇട്ടതാണ്. മീറ്റർ പയറെന്ന് പറയില്ലേ, എന്താ പറയാൻ, മറ്റേ നീളനുള്ള പയറില്ലേ, പയർ കുറ്റി പയറല്ല, നീളനുള്ള പയർ. ആ പയറിൻ്റെ വിത്താണ് ഇതൊക്കെ. പിന്നെ അതാ രണ്ട് തരം വെണ്ട മേടിച്ചു. 2 വെള്ളരി കണ്ടോ, വെള്ളരി, ഒന്ന് നീളനുള്ള വെള്ളരിയും ഒന്ന് ചെറുത്, അങ്ങനെ 2 തരമുള്ള വെള്ളരി മേടിച്ചു. 3 തരം തക്കാളി മേടിച്ചു. അതുണ്ടോ, ഇങ്ങനത്തെ ഫ്ലഷ് ടൊമാറ്റൻ ഉണ്ടിട്ടുള്ള വലുത് ഉണ്ട ആ തക്കാളി. അപ്പോൾ അതൊക്കെ ഇന്ന് നടാൻ പോണു. അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നട്ട് തുടങ്ങാം അല്ലേ. അങ്ങനെ ആദ്യത്തെ തക്കാളി തൈ നട്ട് വയ്ക്കുന്നു. ഓക്കെ, ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് വലിയ തക്കാളിയാണ്, ഫ്ലഷ് ടൊമാറ്റോ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇത്രയും വലുതായിട്ട് വരും. സാധാരണ ഇത്രയും വലിയ തക്കാളിയായിട്ട് വരും. അതുകൊണ്ട് വലിയ ഇതും കൂടെ എടുത്തത്. ഓക്കെ, വലിയ ചട്ടിയും കൂടെ എടുത്തു. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പഴയ മണ്ണ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ മണ്ണ് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ പേപ്പർ നമുക്കിവിടെ സൈഡിൽ വെക്കാം. അപ്പോൾ നമുക്ക് അറിയാം ഇതെന്താണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എന്താ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴിക്കാട്ടമാണ് കേട്ടോ. കോഴിക്കാട്ടം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതും കൂടെ ഇങ്ങനെ ഈ വേര് ഭാഗം തൊടാണ്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഞാനിടുന്ന വളം. പിന്നെ
ആവശ്യം വേറെ വേറെ വളങ്ങളും ഇടും കേട്ടോ. ഫ്ലൂയിഡായിട്ടുള്ള വളങ്ങളും തുടക്കത്തിൽ ഇങ്ങനെ ഇടും. പിന്നെ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ്, അരി കഴുകുന്ന വെള്ളം, മാവ്, ദോശമാവ്, അങ്ങനത്തെ പുളിച്ച മാവിൻ്റെ വെള്ളം, അതൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാമല്ലോ. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യം നടുമ്പോൾ ഇങ്ങനെ ചെയ്യും, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് നടാൻ പോണു കേട്ടോ. കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സും കൂടെ കാണിച്ചു തരാം. അപ്പുറത്ത് കണ്ടോ പുതിന ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി. ഇത് നമ്മുടെ നാടൻ മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങയുടെ വിത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ കടയിൽ നിന്ന് മേടിച്ച മത്തങ്ങയുടെ, ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ച വിത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ വന്നതാണ് നാട്ടിലെ മത്തങ്ങ. ഓക്കെ, വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനും ക്യൂരിയസാണ് നിങ്ങളെപ്പോലെ തന്നെ. പിന്നെ ഇവിടെ റാഡിഷ് ഒക്കെ അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോസിൽ ഞാനെല്ലാം കാണിച്ചല്ലേ. പട്ടാണിയൊക്കെ ഇപ്പോൾ ഇത്ര നീളം ആയിട്ടേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ചൂട് പിടിച്ചിട്ടേ ഉള്ളൂ ഇവിടെ. ഇന്നലെ മുതലാണ് ഒരു 28-30 ഡിഗ്രീസൊക്കെ ആവണം. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ആവണേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇത് നമ്മുടെ ടേണിപ്പ് നൂൽക്കോൽ കണ്ട, അത് എത്രത്തോളമൊക്കെ ആയിട്ടുള്ളൂ, ഇനി വലുതാവും. അങ്ങനെ ഇവിടെയും ടേണിപ്സ് ഇതൊന്നും ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. നൂൽക്കോലെന്ന് പറയില്ലേ, തന്നെ അത് കോൾറാബി എന്ന് പറയും ഇവിടെ. ഇത് സാൽബൈ ചായ, പുതിന പിന്നെ എല്ലായിടത്തും ഇങ്ങനെയുണ്ട്. സാലഡ്സ് ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം വിത്തിട്ട് വന്നതാണ് കേട്ടോ. സ്ട്രോബെറീസ് കണ്ടോ, പച്ചക്കായായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ പച്ചക്കായ്, പഴുത്തിട്ടില്ല, പച്ചക്കായകൾ വന്നിട്ടേ ഉള്ളൂ. ഇതിലൊക്കെ വരുന്നേ ഉള്ളൂ പൂക്കൾ. പൽഗോണിയ എന്ന് പറയും ഇവിടെ. ഇത് നല്ല ഭംഗിയില്ലേ, ഭംഗിയുള്ള പൂക്കൾ. ഇതിലൊക്കെ ഓരോ സ്ട്രോബെറീസ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇഷ്ടംപോലെ സൺഫ്ലവർ പ്ലാന്റ്സ് എനിക്ക് എല്ലാ കൊല്ലം വരുന്ന പോലെ തന്നെ ഈ കൊല്ലം വന്നിട്ടുണ്ട് സൺഫ്ലവർ. ഇത് പിന്നെ ഞാൻ വിത്തിട്ട് വന്ന ചോളമാണിത്. ചോളം വന്നിട്ടുണ്ട്, 2-3 തൈകൾ ചോളം വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് വീണ്ടും നമ്മുടെ സാമ്പാർ വെങ്കായം, സാമ്പാർ ഉള്ളി. സോ കോളിഫ്ലവറൊക്കെ ഇത്രയേ ആയിട്ടുള്ളൂ. ഇനി ഇവിടെയൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ കേട്ടോ. അതിൽ ഇവിടെ കണ്ടോ കുഞ്ഞു ഗ്രേപ്സ് വരാൻ തുടങ്ങി. ഇത് ബ്ലൂ കളർ ഗ്രേപ്സാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ കുറേ എടുത്തതാണ്, ഈ കൊല്ലം വരാൻ തുടങ്ങി. ഗ്രേപ്സ് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട്, ഇതാ കണ്ടോ. ഇവിടെ കണ്ടോന്നറിയില്ല ക്യാമറയിൽ. അങ്ങനെ ഇവിടെ അങ്ങനെ കുറേ ഗ്രേപ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സമ്മർ സ്റ്റാർട്ട്. അപ്പോൾ സമ്മർ നമ്മളെ ഗാർഡനിങ്ങും സ്റ്റാർട്ടാണ്. ഓക്കെ, ഗാർഡനിങ് ചെയ്യുന്നത് നല്ലൊരു എക്സസൈസാണല്ലോ അല്ലേ. ഗാർഡനിങ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു എക്സസൈസാണ്. മനസ്സിനും എല്ലാം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിനും ദേഹത്തിനൊക്കെ സന്തോഷം തരുന്നതാണ്. ഞാനതിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം നമുക്ക് മേടിക്കാമല്ലോ. ഞാനൊന്നും മേടിക്കാറില്ല, വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഓക്കെ, അപ്പോൾ എല്ലാവരും പറ്റണ പോലെ കുറച്ചൊക്കെ ഗാർഡനിങ്ങിൽ ഇറങ്ങിയാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാം. അങ്ങനെ പോണു ഡിയേഴ്സ്, ഹാപ്പി ഗാർഡനിങ്. അപ്പോൾ ആവശ്യക്കാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഗാംഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ ഉള്ളവർക്ക്, വീണയിലുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഗാംഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാർഡനറി നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കയ്പ്പിക്ക, പടവലം, മറ്റേ പീച്ചിങ്ങ അങ്ങനെ എല്ലാ തര തൈകളും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഗാർഡനിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ദയവായി ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനി ഗാർഡനിങ്ങിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നട്ടുപിടിപ്പിക്കട്ടെ, കുറേ പണിയുണ്ട്. ഓക്കെ, ബൈ ഡിയേഴ്സ്.